ഹിമാചൽ പ്രദേശിൽ അടിയന്തര നീക്കവുമായി കോൺഗ്രസ് കേന്ദ്ര നിരീക്ഷകരായ ഡി.കെ. ശിവകുമാറിനെയും ഭൂപീന്ദർ സിംഗ് ഹൂഡയെയും നിയോഗിച്ചു. വിമത എം.എൽ.എമാർ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ ഗവർണറെ കണ്ടേക്കും. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഹിമാചലിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങൾ എങ്ങനെയാണ്? ാണ് ഹിമാചൽ പ്രദേശിൽ നടക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗ്വിക്കുണ്ടായ പരാജയം കോൺഗ്രസ് നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാർട്ടി അധികാരത്തിലിരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ സുരക്ഷിത സീറ്റ് എന്ന നിലയിലാണ് അവിടെ മനു അഭിഷേക് സിംഗ്വി മത്സരിക്കാൻ ഇറങ്ങിയത്. എന്നാൽ കോൺഗ്രസിൽ നിന്നും 6 എം.എൽ.എമാരും അതേപോലെ തന്നെ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന 3 സ്വതന്ത്ര എം.എൽ.എമാരും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടെ 34 വോട്ടുകൾ വീതമാണ് ഇരുവിഭാഗത്തിനും ലഭിച്ചത്. അതായത് 34 വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജനും അതേപോലെ തന്നെ 34 വോട്ട് മനു അഭിഷേക് സിംഗ്വിക്കും ലഭിച്ചു. തുടർന്ന് വിജയിയെ കണ്ടെത്തുവാൻ വേണ്ടി നറുക്കെടുപ്പ് നടക്കുകയായിരുന്നു. അവിടെയും ബി ജെ പിയുടെ ഹർഷ് മഹാജന് അനുകൂലമായ വിധിയാണ് ഉണ്ടായത്. നറുക്കെടുപ്പിലും ഹർഷ് മഹാജന്റെ പേര് ഉയർന്നു വന്നു. അങ്ങനെ ഹർഷ് മഹാജനെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ഭൂരിപക്ഷം നഷ്ടമായ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജയറാം ഠാക്കൂർ ഇതിനോടകം തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത് മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും ജയറാം രമേശ് ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് മന്ത്രിസഭാ രൂപീകരണം എന്ന ആവശ്യവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെ നീക്കം. അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. അതിനാൽ തന്നെ അവിടെ കോൺഗ്രസ് 2 കേന്ദ്ര നിരീക്ഷകരെ ഇപ്പോൾ അവിടെ അസൈൻ ചെയ്തിരിക്കുകയാണ്. കർണാടകത്തിൽ ഉപമുഖ്യമന്ത്രിയായ ഡി.കെ. ശിവകുമാറിനെയും അതേപോലെ തന്നെ ഭൂപീന്ദർ സിംഗ് ഹൂഡയെയുമാണ് അവിടെ നിരീക്ഷകരായി നിയമിച്ചിട്ടുള്ളത്. ഇവർ ഉടൻ തന്നെ ഹിമാചൽ പ്രദേശിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും കോൺഗ്രസ് എം.എൽ.എമാരുടെ ഭാഗത്തുനിന്നും ഈ അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റണം, സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റണം എന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ ഇന്ന് വീണ്ടും ഗവർണറെ കാണുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ബി ജെ പിക്ക് ഇപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ എം.എൽ.എമാർ ഒപ്പം തന്നെ സ്വതന്ത്ര എം.എൽ.എമാർ എന്നിവരുടെ പിന്തുണ ബി ജെ പിക്കുണ്ട്. സ്വാഭാവികമായും ഹിമാചൽ പ്രദേശിൽ ബി ജെ പിക്ക് അവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ബി ജെ പി വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഈ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണം ആവശ്യമെന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ ഉന്നയിക്കുന്നത്. ഇതിന്മേൽ ഇനി ഗവർണർ എടുക്കുന്ന നിലപാടായിരിക്കും ഏറെ നിർണായകം. നന്ദൻ, ഗവർണറുടെ നിലപാട് നിർണായകമാണ്. മാത്രമല്ല ബി ജെ പി ഇപ്പോൾ വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം, അത്തരത്തിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു ബി ജെ പി ക്യാമ്പിലെന്ന് മനസ്സിലാകുന്നു. ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ തങ്ങൾ ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ ഭരണം കൂടി പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ കോൺഗ്രസ് ആ പ്രതിസന്ധിയിൽ നിന്ന് കയറാൻ വേണ്ടി നോക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ കേന്ദ്ര നിരീക്ഷക ഡി.കെ. ശിവകുമാറിനെയും ഭൂപീന്ദർ സിംഗ് ഹൂഡയെ നിയോഗിച്ച ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, കൂറുമാറിയ എം.എൽ.എമാരെ പരമാവധി വേഗത്തിൽ തിരിച്ചെത്തിക്കുവാൻ, കോൺഗ്രസ് പാളയത്തിൽ തിരിച്ചെത്തിക്കുവാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അതേസമയം തന്നെ ബി ജെ പിക്കൊപ്പം നിന്ന സ്വതന്ത്രരായ 3 എം.എൽ.എമാരെ അടക്കം കോൺഗ്രസിന്റെ മറ്റ് എം.എൽ.എമാരും ഇനി തുടർന്നും ബി ജെ പിക്കൊപ്പം തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും അപ്പോൾ അവിടെ കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമാകും. സുഖ്വീന്ദർ സിംഗ് സുഖുവിന് രാജിവെക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ്. രാജ്യത്ത് 3 കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതിൽ ഉത്തരേന്ത്യയിലാകെ ഒരേ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ആ ഹിമാചൽ പ്രദേശിൽ കൂടി കോൺഗ്രസിന് ഭരണം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ ചടുല നീക്കങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഡി.കെ. ശിവകുമാറിനെയും അതേപോലെ തന്നെ ഭൂപീന്ദർ സിംഗിനെയും ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ എത്തിച്ചവരെ നിരീക്ഷകരാക്കുവാൻ വേണ്ടി ഉള്ള തീരുമാനമുണ്ടായത്. വീണ്ടും ഒരുപക്ഷെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തേക്ക് എത്തിയ എം.എൽ.എമാരെയോ അല്ലെങ്കിൽ സ്വതന്ത്രരെയോ അവരെ വീണ്ടും കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കം അല്ലെങ്കിൽ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് കേന്ദ്ര നിരീക്ഷകരായ ഡി.കെ. ശിവകുമാറും അതേപോലെ തന്നെ ഭൂപീന്ദർ സിംഗ് എത്തുന്നത്. അതേസമയം തന്നെ മറ്റ് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ള വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തേക്ക് എത്തിയ എം.എൽ.എമാർ മുഴുവനും ബി ജെ പിയുടെ ഭാഗത്ത് തന്നെ തുടർന്ന് മുന്നോട്ട് പോകുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ സ്വതന്ത്രരെ ഇതിനോടകം തന്നെ പലതവണ കോൺഗ്രസ് വീണ്ടും അവരുടെ ഭാഗത്തേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. എന്നാൽ കോൺഗ്രസും അവിടെ അടിയുറച്ച് നിൽക്കുകയാണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ്
നിലപാട്. ഏതായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഹിമാചൽ പ്രദേശ് വേദിയാകുന്നത്. ഇതിനൊപ്പം തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ കൂടുതൽ അത് തന്നെയാണ് നന്ദൻ. കാരണം ഈ സർക്കാർ വീഴാതിരിക്കാൻ, സർക്കാരിനെ രക്ഷിക്കുക എന്ന ദൗത്യവുമായി DK ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും വലിയ പരിതാപകരമായ അവസ്ഥ. ഇത് ഇന്ത്യൻ മുന്നണിയിൽ പോലും ഹിമാചലിലെ അവസ്ഥയും പ്രതിഫലിക്കുമല്ലേ? പൊതുവിലെ മുന്നണിയിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായ വളരെ ദയനീയമാണ്. മാത്രമല്ല ഒരുപക്ഷെ ഹിമാചലിലെ ഈ ഒരു സാഹചര്യം മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയാതെ പോയത് സംഘടനാ സംവിധാനത്തിന്റെ ഒരു പരാജയം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിലുണ്ടായ പരാജയം തന്നെയാണ് ഹിമാചലിലുണ്ടായ വീഴ്ചയ്ക്ക് കാരണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അധികാരമുള്ള സംസ്ഥാനം, അവിടെ ഉറച്ച സീറ്റ് എന്ന നിലയിലാണ് മനു അഭിഷേക് സിംഗ്വിയെ അവിടെ മത്സരത്തിൽ രംഗത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ കോൺഗ്രസിൽ നിന്നും 6 MLA-മാരാണ് BJP പക്ഷത്തേക്ക് ചേർന്നത്. സ്വാഭാവികമായും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും കൂറുമാറ്റ നിയമം ബാധകമല്ല. അതിനാൽ തന്നെ ഇവർക്ക് ഈ MLA-മാർക്ക് എതിരെ നടപടിയെടുക്കുവാനും സാധിക്കാത്ത അവസ്ഥയാണ്. ഈ കോൺഗ്രസിലെ 6 MLA-മാർക്കൊപ്പം 3 സ്വതന്ത്ര MLA-മാരും BJP-ക്കൊപ്പം ചേർന്നതോടെയാണ് അവിടെ BJP സ്ഥാനാർത്ഥിയായ ഹർഷ് മഹാജന്റെ വിജയം സുനിശ്ചിതമായത്. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്ന പേരിൽ 2 കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ കൊണ്ടുവന്ന് വീണ്ടും ഈ കോൺഗ്രസ് MLA-മാരെ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതേസമയം തന്നെ BJP-ക്കെതിരെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ചാക്കിട്ട് പിടുത്തമാണ്, പണം കൊണ്ടാണ് ഇവരെ സ്വാധീനിച്ചത് തുടങ്ങിയ ആക്ഷേപങ്ങളും സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്നാൽ BJP അത്തരം ആക്ഷേപങ്ങൾക്കോ അല്ലെങ്കിൽ ഒന്നും തന്നെ ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് സർക്കാർ രൂപീകരണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇതിനോടൊപ്പം തന്നെ ഗവർണറെ കണ്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ BJP-ക്ക് ഹിമാചൽ പ്രദേശിൽ ഭൂരിപക്ഷം ഉള്ളതിനാൽ തന്നെ സ്വാഭാവികമായും BJP-ക്ക് സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാൻ കഴിയും. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് ആകെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ആകെയുള്ള ഭരണമുള്ള സംസ്ഥാനങ്ങൾ 3 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം, അതും കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയും നിരാശയുമാണ് സമ്മാനിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കും ആകെ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.